ഇന്നലെ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന് അന്ത്യാഞ്ജലി. പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം നൽകുകയാണ്. വാഴൂർ സോമന് യാത്രാമൊഴിയുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരം PTP നഗറിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സഖാക്കളുടെ അന്ത്യാഭിവാദ്യം സ്വീകരിച്ച് വാഴൂർ സോമൻ വിട പറയുകയാണ്. രാഹുൽ സുരേഷ് നമുക്കുണ്ട്. രാഹുൽ സുരേഷ് ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണല്ലേ? സുജയ, ഇടുക്കിയുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള വാഴൂർ സോമന് അന്ത്യയാത്ര നൽകുകയാണ് നാട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണി മുതൽ വൈകിട്ട് 3:30 വരെ പൊതുദർശന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആളുകളാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഈ പൊതുദർശന ചടങ്ങിലേക്ക് എത്തിയത്. ഇപ്പോൾ അന്ത്യയാത്ര നൽകാനായി ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രിയ നേതാവിന് യാത്ര നൽകുകയാണ് ഈ നാട് എന്ന് പറയുന്നത്. പ്രധാനമായും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ വാഴൂർ സോമന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയിരുന്നു. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനായി. സർക്കാരിൻ്റെ ഭാഗമായി സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായിട്ടുള്ള K രാജൻ, K ചിഞ്ചുറാണി, P പ്രസാദ്, റോഷി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരുന്നു. അതുകൂടാതെ വിവിധ മണ്ഡലങ്ങളിലെ MLA-മാരും MP-മാരും അടക്കം, അതുകൂടാതെ CPI-യുടെ മുതിർന്ന നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പീരുമേട്ടിലേക്ക്, പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാറിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴെന്തായാലും ആ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 4.5 പതിറ്റാണ്ട് നീണ്ട പീരുമേട്ടിലെ ജീവിതം അതിപ്പോൾ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെയും അവസാന നിമിഷവും പീരുമേട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് മടങ്ങുന്നതിനിടെയാണ് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു തിരുവനന്തപുരത്ത് മരണം നടക്കുന്നത്. മുമ്പ് പല നേതാക്കളും സൂചിപ്പിച്ച പോലെ തന്നെ ജനപ്രതിനിധിയായിരിക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ മരിക്കാനായി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പ്രധാന നേതാക്കളെല്ലാം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ 1972 പീരുമേട്ടിലെത്തി ഏതാണ്ട് 4.5 പതിറ്റാണ്ടിന് ശേഷമാണ് അദ്ദേഹം ഈ നാടിനോട് വിട പറഞ്ഞ് പോകുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി അർപ്പിക്കുക കൂടിയാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തോട്ടം മേഖലയിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. തോട്ടം മേഖലയിലെ ജനങ്ങൾക്കൊപ്പം ഏത് നിമിഷവും ഒരു ഫോൺ കോളിനപ്പുറത്തേക്ക് അദ്ദേഹം ലഭ്യമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 പീരുമേടിനെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. പഴയ പാമ്പനാറിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വാഴൂർ സോമന് ഒരു നാടൊന്നാകെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. റിപ്പോർട്ടർ TVയുടെയും ആദരാഞ്ജലികൾ.